അലീനയ്ക്ക് വേണ്ടി പൊളിച്ചടുക്കി ഔതക്കുട്ടി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ അലീന തൻ്റെ സങ്കടം വല്യപ്പച്ചനോട് പറയുമ്പോൾ, മോളെ നീ വിഷമിക്കേണ്ട, ഇന്നു മുതൽ ഞാനും നിൻ്റെ കൂടെ ഉണ്ടാകും, നമുക്ക് അവനെ മാറ്റിയെടുക്കാമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം അലീനയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ടെന്ന് കാണാം. കൂടാതെ സ്റ്റാൻലി ആണെങ്കിൽ താൻ എടുത്ത കടുത്ത തീരുമാനത്തെക്കുറിച്ച് സഹോദരങ്ങൾക്ക് മുൻപിൽ പറയുകയാണ്. അതായത് ഈ തീരുമാനത്തെ മാറ്റിമറിക്കാൻ ഇനി ആരും നിൽക്കേണ്ടതില്ല എന്നും തൻ്റെ ഈ തീരുമാനം കടുത്ത തീരുമാനമാണെന്നും സ്റ്റാൻലി പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സഹോദരന്മാരാണെങ്കിൽ സ്റ്റാൻലിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്റ്റാൻലി ഒരു വകയ്ക്ക് അതിൽ നിന്ന് മാറാനായിട്ട് തയ്യാറല്ല എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ സ്റ്റാൻലി അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബബിതയെയാണ്. ബബിതയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഭ്രാന്ത് പിടിച്ച് കടപ്പാട്ടൂർ വീട്ടിൽ വന്ന് കയറുകയാണ്. ഭ്രാന്ത് പിടിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. അതായത് നമ്മുടെ ഇവൻ തന്നെയാണ് മുടിയനാണെങ്കിൽ ബബിതയെ തേച്ച് വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ബബിതയാണെങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവനാണെങ്കിൽ പറയുകയാണ്, എനിക്ക് നിന്നെ ആവശ്യമില്ല, നിന്നെപ്പോലൊരു ചതിയെത്തിയായ ഗേൾഫ്രണ്ടിനെ തനിക്ക് വേണ്ട എന്ന് മുടിയൻ പറയുന്നതും ബബിതയ്ക്ക് നല്ല രീതിയിൽ തന്നെ സങ്കടവും ദേഷ്യവുമൊക്കെ വരുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബബിതയാണെങ്കിൽ ശബ്ദമുണ്ടാക്കി അലറിക്കരയാനായിട്ട് തുടങ്ങുകയാണ്. ഒടുവിൽ ഫോണൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചതിന് ശേഷം ബബിത വീട്ടിലേക്ക് വന്ന് കയറുകയാണ് എന്ന് കാണാം. അപ്പോൾ വൈജയുടെ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകൾ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തിയോട് ബബിത പൊട്ടിത്തെറിക്കുകയാണ്. അമ്മ എൻ്റെ കാര്യത്തിലൊന്നും അധികം ഇടപെടാനായിട്ട് നിൽക്കണ്ട, അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്നു. ബബിത പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ ഇവിടെ സമരത്തിലാണ്. വല്യപ്പച്ചനോട് കാര്യമൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചല്ലോ, അതുകൊണ്ട് തന്നെ വല്യപ്പച്ചനും അലീനയുടെ കൂടെ സമരം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ബബിതയാണെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിലും അലീന എന്ന് പറഞ്ഞ നാശം പിടിച്ചവൾ കാരണം ഇവിടെ എപ്പോഴും പ്രശ്നങ്ങളാണ്. അവൾ എല്ലാവർക്കും തൻ്റെ ഇടം കൊടുത്തിട്ട് പോയിട്ടിരിക്കുകയാണ്. അവളുടെ കാര്യം നോക്കി ഓടിപ്പോവുകയും ചെയ്തു എന്ന് പറയുന്നത് കാണാൻ കഴിയും. അല്ലെങ്കിലും അമ്മ എന്ത് പ്രശ്നം കണ്ടെത്തിയാലും അതാ പാവം അലീന ചേച്ചിയുടെ തലയിൽ കെട്ടിവെച്ചാലേ അമ്മയ്ക്ക് സമാധാനമാവുകയുള്ളൂവല്ലോ. അതാണല്ലോ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് ബബിത പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാൻ കേട്ടോ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തിയാണെങ്കിൽ നല്ല രീതിയിൽ പാനിക്കാവുന്നുണ്ട്, അതായത് പേടിക്കുന്നുണ്ട് ബബിതയെ എന്ന് കാണാം. തുടർന്നാണെങ്കിൽ ഇവിടെ സ്റ്റാൻലി തിരികെ എത്തുകയാണ്. അതിനു മുമ്പ് തന്നെ ബാലചന്ദ്രനും കൂടാതെ തന്നെ വൈജയന്തിയും തമ്മിലുള്ള സംഭാഷണങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ബാലചന്ദ്രനാണെങ്കിൽ കുടിച്ചിട്ടാണ് വരുന്നത്. ഇതേ സമയം അച്ഛൻ കുടിച്ചിട്ടുണ്ടോ എന്ന് കൃഷ്ണമോൾ ചോദിക്കുമ്പോൾ, അച്ഛൻ കുടിച്ചു മോളെ എന്ന് കൃഷ്ണമോളോട് സ്റ്റാൻലി പറയുകയാണ്. എന്തിനാ അച്ഛൻ കുടിച്ചത്, എന്തിനു വേണ്ടിയാണ് കുടിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കൃഷ്ണമോൾ സങ്കടപ്പെടുകയാണ്. മോളോട് സത്യം പറയാലോ, അച്ഛൻ ഇന്ന് കുടിച്ചു എന്ന് പറയുന്നത് കാണാൻ കഴിയും. അച്ഛൻ അത്രയും സങ്കടം പറ്റി, അതുകൊണ്ടാണ് അച്ഛൻ കുടിച്ചത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഔതക്കുട്ടിയെ കാണിക്കുന്നുണ്ട്. ഔതക്കുട്ടി ആണെങ്കിൽ രാത്രി ഡിന്നർ കഴിക്കാനിരിക്കുമ്പോൾ തനിക്ക് ഡിന്നർ വേണ്ട എന്നും താനും ഉപവാസത്തിലാണ് എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ സ്റ്റാൻലി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അപ്പച്ചൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാനായിട്ട് നോക്കിക്കോ,
അതുതന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ചേടാ, നീ ഇന്നെ ഭയന്ന് ഇവിടുന്ന് പോവാനായിട്ട് എനിക്ക് സൗകര്യമില്ല എന്ന് പറയുന്നു. നീയേ എൻ്റെ കയ്യിൽ കിടന്ന വളർന്നത്, നീ എന്നെ ഭീഷണിപ്പെടുത്താറൊന്നും ആയിട്ടില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നീ ആദ്യമാവട്ടെ, അതിനുശേഷം നീ വേണമെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തിക്കോ. നിൻ്റെ ഭീഷണി വേണമെങ്കിൽ ഞാൻ കേൾക്കാം. അല്ലാതെ എന്നെ ഭീഷണിപ്പെടുത്തി നീ വലിയ ആളാവാനൊന്നും നോക്കണ്ട കേട്ടോ നിൻ്റെ ജോലിക്കാരുടെ മുമ്പിൽ. ലാലിച്ച, പഴയ ഔതക്കുട്ടിയെ നിനക്കറിയാലോ, നിന്നെ വിറപ്പിക്കും ഞാൻ എന്ന് പറയുന്നത് കാണാൻ കഴിയും. തുടർന്ന് ഞാനേ ഇപ്പോൾ ചിന്നമ്മയുടെ കൂടെയാ, ഞാനും ചിന്നമ്മയും ഇപ്പം ഒരു കെട്ടാണ് എന്ന് പറയുന്നു. നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അതൊക്കെ നീ ചെയ്തോ എന്ന് പറയുന്നു. നിന്നോട് സമരം ചെയ്യാൻ തന്നെ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അത് കേട്ട സ്റ്റാലിയാണെങ്കിൽ മരവിച്ച മനസ്സുമായിട്ടിരിക്കുകയാണ്. അതായത് ഒരു സൈഡിൽ അപ്പച്ചനും ഒരു സൈഡിൽ മകളും നിന്ന് യുദ്ധം തനിക്കെതിരെ ചെയ്യുകയാണ്. അപ്പോൾ താനിനി എന്തു ചെയ്യുമെന്ന് ചിന്തിക്കുകയാണ് സ്റ്റാലിൻ. അവരാരും തൻ്റെ വേദന മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് സ്റ്റാലിൻ. തൻ്റെ ചിട്ടകൾ, തൻ്റെ രീതികൾ അത്രയും മോശമാണോ എന്ന് വരെ സ്റ്റാലിന് തോന്നിത്തുടങ്ങുകയാണ് എന്ന് കാണാം. ഇതേ സമയം ഔതക്കുട്ടി അലീനയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, ഞാൻ അവനെ പൊളിച്ചടുക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും അവനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക തന്നെ ചെയ്യും മോളെ, അല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇപ്പം നമ്മൾ രണ്ടാളുണ്ട് എന്ന് പറയുന്നു. ഒരാളായിരുന്നപ്പോൾ അവനെ തോൽപ്പിക്കാൻ, അവനെ മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിരുന്നു. ഇപ്പം ഞാനും കൂടി ഉള്ളതുകൊണ്ട് നിനക്കിപ്പോൾ കുറച്ച് ശക്തി കൂടുതലാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ സ്റ്റാൻലി ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുകയാണ്. അപ്പച്ചനും അലീനയും ഭക്ഷണം കഴിക്കാതെ പോയി കിടക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാൻലിക്കും വിശക്കുന്നില്ല എന്ന് കാണാം. അവരുടെ വേദന സ്റ്റാൻലിയെയും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നും കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. സ്റ്റാൻലി ആണെങ്കിൽ അതിനെക്കുറിച്ച് ഇരുന്ന് ആലോചിക്കുകയും ഒടുവിൽ അലീനയെ അധികാരത്തിലേക്ക് എത്തിക്കാനായിട്ട്, തിരഞ്ഞെടുക്കാനായിട്ട് തയ്യാറാകാമെന്നും ചിന്തിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ അലീനയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ഒരുങ്ങുകയാണ് എന്നും കാണാൻ സാധിക്കും. അങ്ങനെ ഔതക്കുട്ടിയും അലീനയും ചേർന്ന സമരം വിജയത്തിലേക്ക് എത്തുവാൻ പോവുകയാണ്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.